ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായ അതിശയകരമായി നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവര് ആമേൻ വളരെ പ്രതീക്ഷയോടെ ഈ പകൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അവരാഗ്രഹിച്ചതുപോലെ ആമേൻ അവർക്ക് ജീവിക്കുവാൻ കഴിയാതെ പലരും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായപ്പോൾ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയാം ദൈവം ഹല്ലേലൂയ ഇന്ന് പകലിലും കാല് കണ്ണിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവിടെവിടങ്ങളായി തന്റെ മക്കളെ സൂക്ഷിച്ച പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അമേൻ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ആയിരുന്നെടുത്ത് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവ് തന്റെ മക്കളെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ആ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. നല്ല തണുപ്പുള്ള ആമേൻ ആമേൻ അതേ സീസണാണ് ഇപ്പോൾ. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ കുവൈറ്റ് പോലുള്ള ആമേൻ സ്ഥലങ്ങളിൽ വളരെ അതികഠിനമായ തണുപ്പ്. ആമേൻ. അതുപോലെ ആമേൻ ദുബായിൽ ആയിരിക്കുന്നവരൊക്കെ പറയുന്നു ആമേൻ നല്ല തണുപ്പാകുന്നു. ആമേൻ കുവൈറ്റിലായിരിക്കുന്ന പലരും പറയുന്നു ഭയങ്കര തണുപ്പാകുന്നു. ആമേൻ കേരളത്തിലും ഈ ഡിസംബർ മാസം ജനുവരി മാസം ഒക്കെ ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം തണുപ്പ് കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ ആമേൻ വനങ്ങളിൽ ആയിരിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ ഒക്കെ ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് വളരെ ആമേൻ അതെ തണുപ്പ്, കഠിനമായ തണുപ്പ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു ആർട്ടിക്കിൾ കണ്ടു. ഒരു ചെറിയ പക്ഷി പരുന്ത് ആമേൻ തന്റെ കുഞ്ഞിന് വിരിയിക്കുവാൻ വേണ്ടി മുട്ടയുടെ മേളിൽ ഇരിക്കുകയാണ്. ആ തള്ളക്കോഴി, ആ തള്ളപ്പരുന്ത് ഇരിക്കുന്ന ആ പ്രതലം മുഴുവൻ, ആ ശിഖരം മുഴുവൻ, ആ സ്ഥലം മുഴുവൻ മഞ്ഞ് വീണ് മുഴുവൻ മഞ്ഞിനാൽ മൂടപ്പെടുകയാണ്. ആ സമയത്ത് തന്റെ ആ ചൂട് തട്ടി വിരിയുവാനിരിക്കുന്ന കുഞ്ഞിന്റെ മീതെ ഇരിക്കുന്ന ആ തള്ള കഴുകന്റെ മീതെ ആ മഞ്ഞ് വീണ് ആ സ്ഥലവും ആ തള്ള കഴുകനും ഒരുപോലെ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടു. ആമേൻ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത വ്യക്തി എഴുതുകയാണ്, തന്റെ ചൂട് പറ്റി വിരിയുവാനായിട്ട് ഇരിക്കുന്ന മുട്ട ആമേൻ അതെ തണുപ്പിനകത്ത് അകപ്പെട്ട് അതിനകത്തുള്ള കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ആ തണുപ്പ് മുഴുവൻ ആ തള്ള കഴുകൻ തന്റെ ചിറകിന്റെ മീതെ വഹിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ തള്ള കഴുകൻ ആമേൻ അതെ ആ മഞ്ഞൊക്കെ തട്ടി മാറ്റി വെളിയിലേക്ക് വരികയാണ് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായി. അപ്പോ ആമേൻ ഒരു കുഞ്ഞിനെ തന്റെ തള്ള എങ്ങനെയാണ് ആമേൻ മറയ്ക്കുന്നത്, എങ്ങനെയാണ് അതിശക്തമായ ആ തണുപ്പിനകത്ത് ശീതത്തിനകത്ത് അകപ്പെട്ട് ആ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ തന്റെ തൂവലുകൾ കൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന, അതിനെ മറയ്ക്കുന്ന ആ അനുഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. പകലിന്റെ മണിക്കൂറുകളിൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്ത് തന്റെ മക്കളെ സർവശക്തനായ ദൈവം തന്റെ ചിറകിന്റെ അമച്ച് കീഴിൽ എങ്ങനെയാണ് പരിപാലിക്കുന്നത്. ഇന്ന് പകലിലും ആമേൻ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിർവഹിച്ച ദൈവമക്കൾ അതരകളെ തുറന്ന് കരമടിച്ച് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, എത്രയോ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടു, എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എത്രയോ പ്രിയപ്പെട്ടവർ
നഷ്ടപ്പെട്ടു. അതിന്റെ വേദന കടിച്ചമർത്തി താങ്ങുവാൻ കഴിയാതെ പലരും നിരാശരായി കഴിയുമ്പോൾ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്. പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശയുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ആ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാഗ്മാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞാനെങ്കിൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ നിറഞ്ഞതായ ലോകത്ത് കർത്താവെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങളെ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറച്ചാട്ട കർത്താവെ, സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാട്ട് കർത്താവെ, ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആമേൻ എവിടെയായിരുന്നാലും ഭാരത്തോടായിരിക്കുന്നവരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകർന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ഭാവികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ അടിയന് കൃപ നൽകണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷ വരും ദിവസങ്ങളിൽ ആമേൻ മണിക്കൂറുകൾ ആമേൻ ഈ വീഡിയോ വീക്ഷിക്കുന്ന കാണുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, എന്നെയൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ, എന്നെയൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു? പരീക്ഷ എന്റെ ദൈവമാനുവാദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, പരീക്ഷ എന്റെ ദൈവം അവരെന്തിനൊന്നും ചോദിക്കത്തില്ല, കരുതിയിട്ടുണ്ട്. ഓ, എന്തിനൊന്നും ചോദിച്ചില്ല, എന്റെ അവരെന്തിനൊന്നും ഞാൻ ചോദിക്കത്തില്ല, നീനൊന്നും ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അവൻ ദൈവം എനിക്ക് അറിവൂല, അത് രാത്രി അറിയുന്ന ചേർന്ന് പറയാ അനുകൂല, അത് നന്ന അറിയുന്നു ഞാൻ. ദൈവം അനുകൂലം പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ,
അനുവദിച്ചാൽ കരുതിട്ടുണ്ട് എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ആരെന്ന് വായിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ആരെന്ന് വായിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ഓ എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ അധികാരമേടിക്കാൻ അരുളിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ അധികാരമേടിക്കാൻ കരുതിട്ടുണ്ട്. അമേരിന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇതൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അമേരിന്തെന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. ഓ എന്തെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അറിയുന്നു അവൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉയർന്ന് നന്മയ്ക്കായി കേൾക്കുന്ന ഒരു നല്ല ദൈവം. ആമേൻ. നാശത്തിനല്ല, എന്റെ തകർച്ചയ്ക്കല്ല. ആമേൻ. ആമേൻ 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 അവസാനമല്ല. ആമേൻ. ഈ പ്രതികൂല, ഈ പ്രതിസന്ധി, ഈ വെല്ലുവിളി, ഓ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു മക്കളെ ശക്തീകരിക്കുന്ന സ്വർഗ്ഗത്തിലെ വഴിവനാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ വ്യാപരിപ്പാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. എഴുതി വീണാലും അവിടെ ഏകനല്ല, ആളുകൾ വീഴുന്നത് വീടല്ല. ആമേൻ. ദൈവ കരത്തിൽ സുരക്ഷിതമായിരിക്കാൻ തക്കുന്ന ഇടയാകട്ടെ. സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടെ മുന്നേറുവാൻ വിനത്തിൽ അഭിഷേകത്താൽ രാത്രി വിശ്വസിക്കുന്ന ജനത്തെ ശക്തീകരിക്കുന്നവർ ബലപ്പെടുത്തുന്നവർ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ആമേൻ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം ആമേൻ ചൂര ചെടിയുടെ തണലിന്റെ കീഴിലിരുന്നവരും ആമേൻ അത് ഭക്തർ അനുഭവിച്ചറിഞ്ഞതുപോലെ ഇന്ന് രാത്രി അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ഓ ദൈവ മക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാത്ത ഹല്ലേലൂയ. കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിലൂടെയാണോ നീ കടന്നു പോകുന്നത്? മനസ്സിലാക്കാൻ ആരുമില്ല, കൂടെ നിൽക്കേണ്ട. അതെ ഭക്തനായ യോബിന്റെ ഭാര്യ അതെ സംസാരിച്ചതുപോലെ ജീവിത പങ്കാളി അതെ നിന്നോട് സംസാരിച്ചുവോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ശക്തനായ ദൈവം ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 46:1 മുതൽ 3 വരെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ മുൻവിധിയോടുകൂടെ ഇരിക്കുന്നവരുണ്ടാകും. എന്നാൽ ആമേൻ കേട്ട് ആരംഭിച്ച കാര്യങ്ങൾ അത് വീണ്ടും കേൾക്കുന്നു എന്നാണ്. ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുതിയ ഒന്ന് നൽകി തരുവാൻ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു വാക്കുകൊണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അതെ എന്തിനെന്ന് ചോദിച്ച് ആമേൻ ഇന്ന് പകലിലും എന്തിനാ ദൈവമേ ഈ കഷ്ടത, എന്തിനാ ഈ വെല്ലുവിളി, എന്തിനാ ഈ പ്രതികൂലങ്ങൾ, എന്നെ മനസ്സിലാക്കേണ്ടവർ പോലും ആമേൻ എന്നെ താങ്ങി നിർത്തേണ്ടവർ പോലും എനിക്കെതിരെ ശബ്ദമുയർത്തി അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്ന് നിലവിളിക്കത്തക്ക വിധത്തിൽ ചില പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ അതേ നദി നിന്നെ മുക്കിക്കളയത്തില്ല, തീച്ചൂള നിന്നെ
ദഹിപ്പിക്കത്തില്ല, വെള്ളം നിന്റെ മീതെ കവിയത്തില്ല. കാരണം നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയം അനുവദിക്കരുത്. ആമേൻ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? ഭയം അനുവദിക്കരുത്. അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി പറ, കയ്യെ പിടിച്ച് പറ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയം അനുവദിക്കരുത്. ഹല്ലേലൂയ. വായിച്ചാട്ട്. ആമേൻ. 46-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3 വാക്യം. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഇന്ന് പകൽ അവൻ കഷ്ടത നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നേരത്തെ കടന്നു വന്നോ? ഹല്ലേലൂയ. ഏറ്റവും അവൻ തുണയായവൻ, അവൻ ബലമാണ്, അവൻ സങ്കേതമാണ്. ഇന്ന് രാത്രി നീ കഷ്ടതയുടെ നടുവിലാണോ? രാവിലെ ഇല്ലാത്ത ഒരു കഷ്ടത, രാവിലെ ഇല്ലാത്ത ഒരു വേദന, രാവിലെ ഇല്ലാത്ത ഒരു നൊമ്പരം, ഹല്ലേലൂയ, ഉച്ച സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് വന്നോ? അതെ, വൈകുന്നേര സമയത്ത് നിന്റെ ജീവിതത്തിൽ വന്നോ? നീ ഭാരപ്പെടേണ്ട. ബലമായവൻ, സങ്കേതമായവൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായവൻ ഇന്ന് രാത്രി അത് കൂടെയുണ്ടെന്ന് രുചിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ആയിരുന്ന കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഇങ്ങനെ പറഞ്ഞു. ആമേൻ, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആമേൻ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, ആ പിതാവിനെ വെളിപ്പെടുത്തിയ അതേ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണു അടച്ച് വിശ്വസിക്കണം. ആമേൻ, തന്റെ പുത്രൻ വെളിപ്പെടുത്തിയ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വരുന്നവനാണ്. മാത്രമല്ല, അവൻ ബലമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ഹല്ലേലൂയ, ദൈവ പൈതലേ, നീ ചവിട്ടി നിൽക്കുന്ന, നിന്റെ വീട് പണിതിരിക്കുന്ന, നീ കൃഷി ചെയ്യുന്ന, ആമേൻ, നിന്റെ പേരിൽ രേഖയുണ്ടാക്കി, ആമേൻ, നീ മതിൽ കെട്ടി സൂക്ഷിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, വസ്തുണ്ടല്ലോ, അത് മാറിപ്പോയാലും, ആമേൻ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണാലും, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, ആമേൻ, അതെ, താഴേക്ക് വീണാലും, ഹല്ലേലൂയ, ആമേൻ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, ആമേൻ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പർവ്വതങ്ങൾ കുലുങ്ങി, ആമേൻ, വീണാലും എന്നൊക്കെ പറയുമ്പോ ഈ അടുത്ത കാലത്ത് ഉരുളുപൊട്ടലുകൾ നമ്മുടെ കേരളത്തില്, ആമേൻ, 1-2 വർഷം ഭയാജനകമായ, ആമേൻ, കാലവർഷക്കെടുതിയില് അനേക കുടുംബങ്ങൾ തകർന്നു പോയി. ആമേൻ, അത് വെള്ളം മുങ്ങി. ആമേൻ, പലരും ആശങ്കരായി. നമുക്ക് വളരെ സുപരിചിതമായ നാടുകളായിരുന്നു, അല്ലേ? പർവ്വതങ്ങൾ, മലകൾ ഇടിഞ്ഞ് താഴെ വീണു, അത് വെള്ളം മുങ്ങി. ആമേൻ. ഇവിടെ ഇതാ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല. ഇതിന് സമാനമായ വിഷയങ്ങൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ താങ്ങുമെന്ന് പറഞ്ഞ സർവശക്തരായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അതേ ആമേൻ അറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, അപ്പാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവമൈതനെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല. കാരണം ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിക്ക് നീക്കം, ആമേൻ, അതേ വന്നാലും, ഭൂമി, ആമേൻ, അതേ അമർന്നു പോയാലും, പർവ്വതങ്ങൾ സമുദ്രത്തിന്റെ നടുവിൽ, ആമേൻ, അതേ, ആമേൻ, അതേ മാറിപ്പോയാലും, ഹല്ലേലൂയ, അതേ സമുദ്രങ്ങൾ ഇറങ്ങിപ്പോയാലും, സമുദ്രങ്ങൾ കേറി വന്നാലും, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട്, നമ്മളായിരിക്കുന്ന ജില്ലകൾക്കടുത്ത്, നമ്മളായിരിക്കുന്ന സ്റ്റേറ്റുകൾക്കടുത്ത്, ഇതെല്ലാം സമകാലിക സംഭവങ്ങളായി നമ്മൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ
തുറന്നു നോക്കുമ്പോൾ ഭയാനകമായ ആമേൻ വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ ആമേൻ നമ്മൾ കേട്ടു. നമ്മുടെ ചുറ്റുപാടും അയൽ സംസ്ഥാനങ്ങളിൽ, അയൽ രാജ്യങ്ങളിൽ ആമേൻ അതേ കടൽ ശോഭിച്ചു, ആമേൻ അതേ കടൽ ഇറങ്ങിപ്പോയി, കടൽ കയറി വന്നു, ആമേൻ ഇത്യാദി സംഭവങ്ങൾ ആമേൻ നമ്മുടെ കാതുകളിൽ നമ്മൾ കേട്ടു, കണ്ണുകളിലൂടെ കണ്ടു. ഹല്ലേലൂയ. ഇതൊന്നും കാണുമ്പോൾ ഒരു ദൈവഭയം ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കാരണം മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരാ ദൈവമക്കൾ. ആമേൻ ഇവിടെ നിന്ന് ആമേൻ ഒരു ഭക്തൻ മരണപ്പെടുന്നുവെങ്കിൽ ഭക്തന്റെ മരണം ഉറക്കം പോലെയാ എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുന്നത് പോലെയാണ്. ആമേൻ അല്പകാലം ആമേൻ സ്വസ്ഥമായി ആമേൻ മണ്ണിനടിയിൽ. ഹല്ലേലൂയ. അല്ല ആമേൻ ആ ശവകുടീരത്തിനകത്ത് ആമേൻ മറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് പ്രത്യാശയുണ്ട്. എന്താ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു, അതെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് പോലെ അതെ മനുഷ്യപുത്രൻ തിരികെ വരും. അവൻ ഇരിക്കുന്നിടത്ത് ആ നോക്കി നിൽക്കുന്നവരെ കൊണ്ട് ഇരുത്തുവാനായിട്ട്. ഇന്ന് രാത്രി അവന്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കുന്ന, അവന്റെ വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ പൈതലെ നിന്നെ ചേർപ്പാനായി കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനാകുവാൻ സമയമാഗതമായി. ആ സമയത്തോട് അടുക്കുന്നത് കൊണ്ട് ഇവിടെ ചില വേദനകൾ വർദ്ധിക്കും, ചില കഷ്ടതകൾ വർദ്ധിക്കും, ആമേൻ ചില പ്രതികൂലങ്ങൾ വർദ്ധിക്കും, അധർമ്മ മൂർത്തി വെളിപ്പെടും, ആമേൻ അതിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആമേൻ ഇവിടെ ഇന്ന് വരെ കാണാത്ത പല കാര്യങ്ങളും കാണും. പല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ആമേൻ അങ്ങനെ ആമേൻ അനവധി നിരവധി ആമേൻ കാര്യങ്ങൾ കണ്ണിന്റെ മുമ്പിൽ തെളിവായി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ വരവടുത്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് വിളക്കിൽ എണ്ണ കരുതി അത് കാത്തിരുന്ന, എണ്ണയോടുകൂടെ കാത്തിരുന്ന ആമേൻ 5 കന്യകമാരെ പോലെ, ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ ചേർപ്പാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ളവർ, ആ സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. പർവ്വതങ്ങൾ അതിന്റെ ആമേൻ അതെ ആ ചലനം ആമേൻ അതെ ആ ചലനമുണ്ടായി അത് തകർന്ന് ആമേൻ അത് ഇല്ലാതായാലും ഹല്ലേലൂയ. അതിലെ വെള്ളം അതെ ആ തിരമാലകൾ അടിച്ച് അലറി ഭീകര ശബ്ദത്തോടെ കലങ്ങി ആമേൻ അത് കരയിലേക്ക് കയറി വന്നാലും ഹല്ലേലൂയ എന്ത് ചെയ്യത്തില്ല, ആമേൻ ഒരു ഭക്തൻ ഭയപ്പെടുത്തില്ല. കാരണം ദൈവം നമ്മുടെ സങ്കേതമാ, ദൈവം നമ്മുടെ ബലമാ. ആമേൻ അതെ സങ്കീർത്തനക്കാരൻ ആമേൻ ഇങ്ങനെ പറയുക, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബലമെന്ന് പറഞ്ഞാൽ ശക്തി എന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഡൈനാമിക് പവറിനെക്കാട്ടിലും എത്രയോ 10 മടങ്ങ് ശക്തിയാ. ആ ശക്തിയെ കുറിച്ച് അളന്ന് പറയുവാൻ കഴിയത്തില്ല. കാരണം അതുപോലൊരു ശക്തി ലോകത്തിലില്ല. അത്രമാത്രം ശക്തിയുള്ള ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 28-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലും ഹല്ലേലൂയ. ആമേൻ അതെ 73-ാം സങ്കീർത്തനം അതിന്റെ 26-ാം വാക്യം ആമേൻ 28-ന്റെ 7 വായിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഭക്തൻ പറയുക. 28-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം 28-ന്റെ 7. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ഒരിക്കൽ കൂടെ അവൻ യഹോവ എന്റെ ബലം. ഹല്ലേലൂയ. എന്റെ ബലം ആരാന്നറിയാമോ? യഹോവയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഞാൻ അവനിൽ ആനന്ദിക്കും. ആമേൻ അതെ യഹോവ എന്റെ ബലമായതുകൊണ്ട്. ഹല്ലേലൂയ. പിന്നെ എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ച്, കണ്ടോ ഹൃദയം ആരിലാണ് ആശ്രയിക്കുന്നത്? ആ ബലവാനായ ആ യഹോവയിലാണ്. അതുകൊണ്ട് എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് എനിക്ക് എന്ത് ചെയ്തു? സഹായം ലഭിച്ചു. അവൻ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ച് ആമേൻ ഇരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി കാത് തുറന്നൊന്ന് കേട്ടോ. ബലമായ സഹായമായ ആമേൻ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്
അതുകൊണ്ട് ആമേൻ ആ മക്കള് റഷ്യയിലായതുകൊണ്ടോ അപ്പൻ അമേരിക്കയിലായതുകൊണ്ടോ ആമേൻ ഭാര്യ UK-യിലായതുകൊണ്ടോ ഒന്നുമല്ല സന്തോഷിക്കുന്നത്, ഉല്ലസിക്കുന്നത്. പിന്നെ ഉല്ലസിക്കുന്നത് എന്തുകൊണ്ടാ? യഹോവ എന്റെ ബലമായതുകൊണ്ടാ, ഞാൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാ, അവൻ എന്റെ സഹായമായതുകൊണ്ടാ ഞാൻ ഉല്ലസിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രി ഈ യഹോവയാം ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിക്കുകയും ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ ആമേൻ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. ആമേൻ ഏകനാമം യേശു എന്ന നാമമാണ്. ആ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. ആമേൻ അതെ, നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാൽ ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാംസവും എന്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഈ ജഡവും ഹൃദയവും, ജഡത്തിനകത്തുള്ള ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ഹല്ലേലൂയ. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ഹല്ലേലൂയ. അത് സൈന്യങ്ങളല്ല, കോട്ടകളല്ല, മാനുഷ്യ ശക്തിയോ തന്ത്രങ്ങളോ അല്ല, മറിച്ച് ദൈവം തന്നെയാണ് തന്റെ ജനത്തിന്റെ അഭയവും ശക്തിയും സഹായവും. ഇന്ന് രാത്രി എത്ര പേർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ടത്രേ ആമേൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നുവെന്നും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന് ഭക്തൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിലെ അംഗങ്ങൾ തമ്മിൽ അത് പോരടിച്ച് അത് ശത്രുത്വം പുലർത്തി ആമേൻ പലരും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോ ഒരു ഭക്തൻ പറയുകയാണ്, എന്തെല്ലാം പ്രശ്നങ്ങൾ എന്റെ ചുറ്റും നടമാടിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ആമേൻ സൈന്യങ്ങളല്ല, കോട്ടകളല്ല, മാനുഷ്യ ശക്തിയോ തന്ത്രങ്ങളോ അല്ല, മറിച്ച് ദൈവം തന്നെയാണ് തന്റെ ജനത്തിന്റെ അഭയവും ശക്തിയും സഹായവും. ഹല്ലേലൂയ. ആമേൻ ഈ തിരിച്ചറിവുള്ള ദൈവമക്കൾ എന്തെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയാലും നാം പാടിയതുപോലെ ആമേൻ അത് എന്തിനെന്ന് ചോദിക്കാതെ, ഹല്ലേലൂയ, ആമേൻ ഞാൻ ഒറ്റയ്ക്കല്ല, അത് തീയുടെ നടുവിലായാലും വെള്ളത്തിന്റെ നടുവിലായാലും എന്നെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച ഹല്ലേലൂയ ആ ദൈവകൃപയിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് ശക്തനും ശാശ്വതവുമായ അഭയസ്ഥാനമായ ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിലാണ് നാമെങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മളെ ഉപദ്രവിക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ അതേ ശക്തനും ആമേൻ ശാശ്വതവുമായ അഭയസ്ഥാനമായ ദൈവത്തിലാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു തന്ത്രങ്ങൾക്കോ ഒരു പ്രശ്നങ്ങൾക്കോ കഴിയത്തില്ല. ഹല്ലേലൂയ. 23 സങ്കീർത്തനം 4-ാം വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ വിവരിക്കുന്നത്, കൂരിനുള്ളിൽ നിന്ന് താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും എന്ത് ചെയ്യില്ല, ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പനല്ല ആശ്വസിപ്പിക്കുന്നത്, സഹോദരങ്ങളല്ല ആശ്വസിപ്പിക്കുന്നത്, നേതാക്കന്മാരല്ല ആശ്വസിപ്പിക്കുന്നത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു മഹാനല്ല ആശ്വസിപ്പിക്കുന്നത്. ഞാൻ കൂരിനിൽ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും അതേ കൂടാതെ മുമ്പോട്ട് പോകുക എന്നെ അതെ കൂടെ ഇരുന്ന് അവൻ മുമ്പോട്ട് നടത്തുന്ന ഒരു നല്ല ഇടയനാകുന്ന യഹോവയെ അറിയുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടുത്തില്ല. അവന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. നാം അവനിൽ ഇല്ല എന്ന മട്ടിൽ ആമേൻ അതെ ഹല്ലേലൂയ അവൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നാം എന്ത് ചെയ്യേണ്ടി വരും? ഭയപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രകൃതി ദുരന്തങ്ങളിലോ ആമേൻ രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും അതേ പ്രക്ഷോഭത്തിലും ഹല്ലേലൂയ അതേ വിശ്വാസികൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ലഹളം നടക്കാറുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. സമൂഹങ്ങളിൽ വിവിധമാകുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്.
എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ ആമേൻ അതെ പർവ്വതങ്ങൾ, ഹല്ലേലൂയ, ജലാശയങ്ങൾ, ആമേൻ വെള്ളപ്പൊക്കങ്ങൾ, ആമേൻ ഇത്യാദി സംഭവങ്ങൾ ലോകത്തിൽ അനേകർക്ക് അതേ ഭയം ഉളവാക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രകൃതി ദുരന്തമാകട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങളാകട്ടെ, പ്രക്ഷോഭങ്ങളാകട്ടെ, ഇതൊന്നും കണ്ട് ഒരു ദൈവ പൈതൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അവന്റെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, ആമേൻ, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. ഇന്ന് ലോക രാഷ്ട്രങ്ങളിലേക്കൊന്ന് നോക്കിക്കേ, എന്താണ് മാധ്യമ മീഡിയ, ആമേൻ, പേപ്പറിലൂടെ, അത് ന്യൂസിലൂടെ, നെറ്റിലൂടെ ഒക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേകർ അയ്യം വിളിക്കുകയാ. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, ആമേൻ, ജാതി പോലെ, ആമേൻ, സമുദായം പോലെ, കക്ഷി രാഷ്ട്രീയ, ആമേൻ, അത് രാഷ്ട്രീയ പോലെ, പക ഇത്യാദി, ആമേൻ, ലഹളകൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട ലോകത്ത്, ആമേൻ, ദുഷ്ട ജനങ്ങൾ അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. ആമേൻ. ചില വീട്ടിനകത്ത് അയ്യവിളിയാ, അത് ജാതി പോലെ നോക്കുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കുകയാ, തലമുറകൾ തമ്മിൽ വഴക്കിടുകയാ, എന്തോ അരാജകത്വമാ. അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. പല വീടിന്റെ അകത്തു നിന്നും അയ്യവിളി ഉയരുകയാ, പല ഗ്രാമത്തിനകത്തു നിന്നും അയ്യവിളി ഉയരുകയാ, പല പട്ടണത്തിനകത്തു നിന്നും അയ്യവിളി ഉയരുകയാ. അയ്യോ, വംശങ്ങളുടെ ഇരച്ചൽ, അവർ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും അതെ ഭയപ്പെടും. ആമേൻ. അതെ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. ഹല്ലേലൂയ. അനേകർ അയ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോ, അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ചിലരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് അതേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നാശകരമായ കുഴഞ്ഞ ചേറ്റിയിൽ നിന്ന്, ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. സ്നേഹിത, ഈ തകർച്ചക്കകത്ത് നിന്ന്, ഈ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ഈ പ്രതികൂലത്തിനകത്ത് നിന്ന്, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാനാണ്. ഈ ലോകത്ത് എവിടെയും ലഭിക്കാത്ത സമാധാനം, ഈ ലോകത്ത് എവിടെയും ലഭിക്കാത്ത സന്തോഷം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം അത് കർത്താവിന്റെ സന്നിധിയാണ്. ഇന്ന് രാത്രി അവന്റെ സന്നിധി ആയിരിക്കുന്ന ദൈവജനമേ, ഈ കഷ്ടതയും ഈ വേദനയും ഈ പ്രതികൂലവും നിന്റെ നാശത്തിനല്ല, നിന്റെ അവസാനത്തിനല്ല, നിന്റെ തകർച്ചയ്ക്കല്ല, അതെ നിന്നെ ശുദ്ധി ചെയ്ത് ആമേൻ നല്ല പൊന്നായി പുറത്ത് കൊണ്ടുവരുവാനാ, ഒരു മാനപാത്രമാക്കി മാറ്റുവാനാ തിരിച്ചറിയുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. നദി പോലെ പൊങ്ങുകയും നദികളെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നവൻ ആരാണ്? ഹല്ലേലൂയ. മിസ്രയീം നദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും, ആമേൻ, ഞാൻ പെരുകി ദേശത്ത് മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കുക, ദേശത്ത് അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാ, അനേകർ തകർന്നുകൊണ്ടിരിക്കുകയാ. ആരാ? ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. അനേക ദുഷ്ടന്മാർ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ, അനേക ദുഷ്ടന്മാർ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ, അനേക ദുഷ്ടന്മാർ താഴടിയായിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അതെ, ഗസയെ തോൽപ്പിച്ചതിന് മുമ്പ് ഫിലിസ്ത്യരെ കുറിച്ച് യിരെമ്യാ പ്രവാചകന് യഹോവയിൽ നിന്നുണ്ടായ ഒരു അരുളപ്പാട് ഇങ്ങനെയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വടക്ക് നിന്നുള്ള വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും. അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും. അപ്പോൾ മനുഷ്യൻ നിലവിളിക്കും, ദേശനിവാസികൾ ഒക്കെയും മുറയിടും. ഹല്ലേലൂയ. അപ്പോ നിലവിളിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് ദൈവം അറിയാതെയല്ല. അവൻ ദൈവം അറിഞ്ഞ് ചില കുടുംബങ്ങളിൽ ചില നിലവിളികൾ അതെ വിളിക്കേണ്ടതായി വരുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം അറിയാതെയല്ല. ഫറവോന്റെ അടിമത്വത്തിൽ ജനം നിലവിളിക്കുന്നത് അവർ നിലവിളിക്കേണ്ടതായി വന്നതിന്റെ കാരണം ആമേൻ അബ്രഹാം നിസാരമെന്ന് കണ്ട് ചെയ്ത ഒരു യാഗം. ആമേൻ യാഗത്തിൽ ആമേൻ അതേ മൃഗത്തെ വിളിക്കണമെന്നുള്ളത് വ്യവസ്ഥയാണ്.
അറിയാതെ ആ വ്യവസ്ഥ അബ്രഹാം തെറ്റിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ആമേൻ, സ്വന്തമല്ലാത്തവരുടെ ഇടയിൽ, ആമേൻ, അതെ, സ്വന്തമല്ലാത്ത ജാതികളുടെ ഇടയിൽ, ആമേൻ, തലമുറ, അതെ, 400 വർഷം, ആമേൻ, അതെ, കഴിയേണ്ടി വരും. ഹല്ലേലൂയ. നോക്കണമേ, ദൈവസന്നിധിയിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ചെറുതായാലും വലുതായാലും പാപമാ. ആമേൻ. വ്യവസ്ഥ തെറ്റിച്ചാൽ ആമേൻ ദൈവം, ഹല്ലേലൂയ, ആമേൻ, ഇടപെടും. ആമേൻ. നോക്കുക, ആമേൻ, യോനയോട് ആമേൻ നിനവിലേക്ക് പോകുവാൻ പറഞ്ഞു. പക്ഷേ അവൻ ആമേൻ തർശീസിലേക്ക് പോയി. ആമേൻ തർശീസിലേക്ക് പോകുന്ന ആമേൻ കപ്പലിനകത്ത് കയറിയ യോന നിമിത്തം ആമേൻ ആ കപ്പലിലുള്ളവര് അയ്യം വിളിക്കേണ്ടി വന്നു. സ്നേഹിത, ദൈവത്തെ അനുസരിക്കേണ്ടവർ ദൈവത്തെ അനുസരിക്കാതെ പോയാൽ അത് നിമിത്തം ആമേൻ ആ കൂട്ടത്തിലുള്ളവരും ആമേൻ അതെ ആ വ്യക്തിയും നിലവിളിക്കേണ്ടതായി വരും. ആമേൻ. നോക്കുക, ആമേൻ ആ കൂട്ടത്തിൽ ആമേൻ നിലവിളിക്കുന്നതിന്റെ ഇടയിൽ ചീട്ടിട്ട് ആമേൻ അതെ ആ കടലിലേക്ക് ആമേൻ യോനയെ എടുത്തിട്ടു. ഹല്ലേലൂയ. ആമേൻ. അവൻ ഒറ്റപ്പെട്ടു. ആമേൻ. അവൻ ഒറ്റപ്പെട്ടു. എന്നാൽ ഒറ്റപ്പെട്ട് കടലിനകത്ത് മുങ്ങിപ്പൊങ്ങാൻ തമ്പുരാൻ അനുവദിച്ചില്ല. കാരണം അവനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ സ്വയം തന്നിഷ്ടത്തിന് എവിടെ പോയാലും തമ്പുരാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആമേൻ. 6 ലക്ഷത്തിൽ ചില്ലുവാനും ജനം നശിക്കാൻ പോകുന്നത് ദൈവത്തിന് അത് സഹിക്കവയ്യാതെ അവരോട് അതേ ഗുഡ് ന്യൂസ് പറയുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവരോട് പ്രസംഗിക്കുവാൻ അതെ കണ്ട അതേ യോന അനുസരണക്കേട് കാണിച്ച് മുമ്പോട്ട് പോയപ്പോ തമ്പുരാൻ അവൻ നിമിത്തം ഒരു കൂട്ടര് ആമേൻ ആകുലതയോടെ നിലവിളിക്കേണ്ടതായ സാഹചര്യം വന്നു. എന്നാൽ അവനെ പിടിച്ച് ആഴി കടലിലേക്ക് ഇട്ടു. ആമേൻ. അവനെ വിഴുങ്ങുവാൻ ഒരു തിമിംഗലത്തെ ആക്കി വെച്ചു. ഹല്ലേലൂയ. കടലാനയുടെ വയറ്റില് 3 ദിവസം ഹല്ലേലൂയ കരയിലുമല്ല വെള്ളത്തിലുമല്ല, ഒരു വല്ലാത്ത പരുവത്തില്. ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. ആമേൻ. അതെ, ദൈവത്തെ അറിഞ്ഞു കേട്ടോ, രക്ഷിക്കപ്പെട്ടു കേട്ടോ, പക്ഷേ തന്നിഷ്ടക്കാരനായതുകൊണ്ട് ഇപ്പൊ വീട്ടിലുമല്ല, ആമേൻ അതെ, ആമേൻ ആമേൻ അതെ നാട്ടിലുമല്ല. ഒന്നും കൂടെ പറഞ്ഞ വീട്ടിലുമല്ല, ആമേൻ ലോഡ്ജിലുമല്ല. ഒന്നും കൂടെ പറഞ്ഞ വീട്ടിലുമല്ല, ജോലി സ്ഥലത്തിലുമല്ല. നോക്കിക്കേ, കരയിലുമല്ല കടലിലുമല്ല. ഇപ്പോ ആരുടെ വയറ്റില? കടലാനയുടെ വയറ്റില. കടലാനയുടെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ അയ്യം വിളിച്ചേ മതിയാകൂ. ഇവിടെ ഇതാ അയ്യം വിളിച്ചു. അയ്യം വിളി, ആമേൻ. ആ അയ്യം വിളി കേട്ടു സ്വർഗം അവനെ കരക്കൊണ്ട് ഛർദിച്ചു. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിക്കുന്നവർ അയ്യം വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവമക്കളെ, ഒരു അയ്യം വിളിയുടെ അവസ്ഥ നിന്റെ ജീവിതത്തിലേക്ക് ഇനി ശേഷിക്കുവാൻ സമയമില്ല. കർത്താവ് ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളെ ക്രമീകരിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് മുൻപോട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരുടെ ഉയരത്തിൽ അഭിഷേകത്തെ നൽകി ജയത്തോടെ അതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക മാത്രമല്ല, ആമേൻ വ്യക്തികളെ കുറിച്ച് ആമേൻ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അതെ ആ വ്യക്തിയിലൂടെ ദൈവം അതെ നിറവേറ്റുകയും ചെയ്യും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കാണുകയെ ഞാൻ ബാബേലിലും ആമേൻ സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിന് തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. നോക്കുക, ആമേൻ. സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിന്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ആമേൻ, കൃപ ലഭിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കർത്താവിന്റെ വേലയിൽ ആമേൻ ആയിരിക്കുവാൻ ആമേൻ ദൈവം ആക്കിവെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ, ആമേൻ അതെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കാരണം എന്താ? സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും ആമേൻ തക്കവണ്ണം ഹല്ലേലൂയ പകരം വിട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതം ആക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എവിടെയാ വാസം? പാറകളിൽ. ഹല്ലേലൂയ. പാറകളിൽ നിന്ന് ഉരുട്ടി, ആമേൻ എന്ന് പറഞ്ഞ ആമേൻ സ്ട്രോങ്
സ്ട്രോങ് ആയ സ്ഥലത്താ ഞാനിപ്പം ആയിരിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഉരുട്ടി ഹല്ലേലൂയ ലേഖന പർവ്വതം ആക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ കാരണം? സകല ഭൂമിയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ ഹല്ലേലൂയ. പർവ്വതമാണെങ്കിൽ ഹല്ലേലൂയ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഭക്തരൊരിക്കൽ അത് ചൊല്ലിയതാ ഇവിടെ. ആമേൻ. അതെ, വിനാശക പർവ്വതമേ. ആമേൻ. പർവ്വതം പോലെ ഉയർന്നിരിക്കുകയാ, പക്ഷെ വിനാശകരമായ അവസ്ഥയാ. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ലേഖന പർവ്വതമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. അത് വെളിപ്പാട് പുസ്തകം പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ അത് എഴുതിയത് ഇങ്ങനെയാണ്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യപ്രവൃത്തി ചെയ്ത് തന്റെ വേശ്യപ്രവൃത്തിയുടെ മധ്യത്താ. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ഇവിടെ ആമേൻ അതെ ഭരിക്കുന്നവർ പലരും ഹല്ലേലൂയ ആമേൻ ദോഷകരമായ അനുഭവത്തിലൂടെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസംഭവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആമേൻ. ആര് ഭരിച്ചാലും നാട് നന്നാകണം, പക്ഷെ ഭരണകർത്താക്കന്മാർ നീതിയോടെ ഭരിക്കേണ്ട പലരും പല കാര്യത്തിലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ വായിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആമേൻ. അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. അലങ്കാരികമായ പദം ഉപയോഗിച്ച് ഇവിടെ ചരിത്രം വിവരിക്കുമ്പോൾ ഇനി മേലാൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ആമേൻ നമുക്ക് അതിന്റെ ആഴങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. വായിച്ച 17-ാം അധ്യായം അതിന്റെ 1 മുതൽ വേഗമായി. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോടും വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി പെരുവെള്ളത്തിൻ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കണ്ടോ? ഇതൊരു ആത്മീയന് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഹല്ലേലൂയ ആമേൻ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന കൂട്ടരാ ആത്മീയര്. ഹല്ലേലൂയ ആമേൻ. ആത്മീയര്, ആത്മസ്വഭാവമുള്ളവര്. ഹല്ലേലൂയ. അവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവര്. ആമേൻ. അങ്ങനെ ആത്മാവ് യോഹന്നാനെ മുമ്പോട്ട് നയിക്കുകയാണ്. അവൻ വിവരിക്കുവാൻ സമയം പോരാത്തത് കൊണ്ട് അവൻ അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയുകയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്ത് മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ച നീ കണ്ട സ്ത്രീയോ ഇന്ന് രാത്രി അമ്മ ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇനി മേലാൽ ഈ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. അതെ, ഈ ലോകത്തിലുള്ള വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ആമേൻ ഒക്കെ ആമേൻ അതെ അന്ത്യകാലത്ത് ആമേൻ ദൈവം ഈ ഭൂമിയിൽ നടത്തുവാനായിട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആമേൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി തന്റെ ജീവിതത്തിൽ ഭയം എന്ത്
ചെയ്യരുത്, അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളൊന്നുമല്ല ഇനി ദൈവമക്കള് കാണാൻ പോകുന്നത്. ദൈവമക്കൾ മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാവരും കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഇവിടെ എന്ത് ചെയ്യാൻ പോകുക, പ്രത്യക്ഷപ്പെടാൻ പോകുക. ആർക്കും ഉറങ്ങാൻ പോലും പറ്റാത്ത, വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു നിലവാരത്തിലേക്ക് ലോകം എന്ത് ചെയ്യാൻ പോവാ, മാറ്റപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ദൈവമക്കൾ തന്റെ ജീവിതത്തിൽ ഭയം എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. ഹല്ലേലൂയ. നാം ആസ്വദിക്കുവാനുള്ള ഒരേ ഒരു ഭയം എന്ന് പറയുന്നത് ദൈവിക ഭയമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, സദൃശ്യവാക്യങ്ങൾ എഴുതിയ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ഹല്ലേലൂയ, അതെ, ഭയം. ശലോമോൻ ഉടൻ തന്നെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അത് ദൈവ ഭയവും ഭയമില്ലാത്ത യഥാർത്ഥ, ആമേൻ, അതെ, ജ്ഞാനം, ഭയമില്ലാതെ യഥാർത്ഥമായി ഒരു ജ്ഞാനമില്ല. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷയനായ ദൈവത്തെ, ആമേൻ, അതെ, നാൽക്കാലി, പക്ഷി, മൃഗജാതിയോട് രൂപത സാദൃശ്യമുണ്ടാക്കി, ആമേൻ, വിഡ്ഢികളായി അനേകര് ഇവിടെ തല ഉയർത്തുവാൻ ശ്രമിക്കുമ്പോ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, അതെ, ദൈവ ഭയവുമില്ലാതെ യഥാർത്ഥ ജ്ഞാനമില്ല. അതില്ലാതെ ഒരാൾക്ക് ദൈവജ്ഞാനമെന്ന് വിളിക്കാൻ പോലും, അതെ, ദൈവജ്ഞാനമെന്ന് വിളിക്കാൻ പോലും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ സ്ഥലത്ത് ദൈവ ഭയം ഇല്ല, നിശ്ചയം. ദൈവത്തെ അറിയുന്ന ഒരു ഭക്തൻ പറയുക, ഈ സ്ഥലത്ത് ദൈവ ഭയമില്ല, നിശ്ചയം. നമ്മള് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ നമുക്കത് ഫീൽ ചെയ്യും, നമുക്കത് മനസ്സിലാകും. ആമേൻ, ദൈവഭയമില്ല. ആമേൻ, കൊലപാതകവും, ആമേൻ, അതെ, പിടിച്ചു പറയും, ആമേൻ, വെട്ടി, ആമേൻ, അക്രമവും ഒക്കെ സ്ഥിരം നടക്കുന്ന സ്ഥലം. അവിടെ ദൈവഭയമില്ല. ആമേൻ. കാണപ്പെടുന്ന ദൈവങ്ങൾ അപ്പൻ, അമ്മ, മാതാപിതാ, ഗുരു, ദൈവം, അല്ലെ, ആരെയും ഭയമില്ലാത്ത, ആമേൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ആമേൻ, ചില ഏരിയകൾ അങ്ങനെയാണ്. നമ്മള്, ആമേൻ, ചില സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിയുമ്പോ, ആമേൻ, ചില ഏരിയകളെ കുറിച്ച് കേൾക്കാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പറയും അവിടെ ഭയങ്കര ഭയമാ, അവിടേക്ക് പോകാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയില്, ആമേൻ, ചങ്ങൽച്ചൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് അവിടേക്ക് പോകാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ആമേൻ, കൊല്ലും, തല്ലും, പിടിച്ചു പറയും, അക്രമവും വഞ്ചനയും ഒക്കെ ഉണ്ടായിരുന്ന ആ ചങ്ങൽച്ചൂട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏരിയയായി മാറ്റപ്പെടാൻ കാരണം, ആമേൻ, കർത്താവിന്റെ വചനം അവിടെ എത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ സ്ഥലത്ത് ദൈവ ഭയം ഇല്ല, നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവരെന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. ഹല്ലേലൂയ. ഇത് ആര് പറഞ്ഞതാണെന്നറിയാമോ? ആമേൻ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോ, ആമേൻ, അപ്പനും മകനും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. എന്താണ്? എന്റെ ഭാര്യ നിമിത്തം കൊല്ലും. ഹല്ലേലൂയ. പലരും പറയുന്നത് ഇങ്ങനെയാ, എന്റെ മക്കൾ നിമിത്തം എന്നെ കൊല്ലും, എന്റെ ഭാര്യ നിമിത്തം എന്നെ കൊല്ലും, എന്റെ ഭർത്താവ് നിമിത്തം എന്നെ കൊല്ലും, എന്റെ കൂടപ്പുറത്ത് നിമിത്തം കൊല്ലും, എന്റെ സുഹൃത്തുക്കൾ നിമിത്തം കൊല്ലും. ഹല്ലേലൂയ. കൊല്ലും. ആരാ കൊല്ലുന്നത്? ആമേൻ, ദുഷ്ടപിശാചാണ്. ഇവിടെ ഭക്തൻ ഭയപ്പെടുകയാ. ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഭക്തനായി യോബ് ഇങ്ങനെ പറഞ്ഞു, 28-ാം അധ്യായം 28-ാം വാക്യം, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ഹല്ലേലൂയ. ആമേൻ. ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പം ദോഷത്തെ എന്ത് ചെയ്യണം? അകന്ന് നടക്കണം. ഹല്ലേലൂയ. അത് വിവേകമാണ്. ഹല്ലേലൂയ. ആമേൻ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവി, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ എന്ത് ചെയ്യാം? ഉപദേശിച്ചു തരാം. ആമേൻ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസോടെ, ആമേൻ, ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരാ? ഹല്ലേലൂയ. ദോഷം ചെയ്യാതെ, ആമേൻ, നിന്റെ നാവിനെയും, ആമേൻ, നാവ് കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, ദോഷം ചെയ്യാതെ, വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ആമേൻ. അതെ, നാവ് എടുത്ത, ഹല്ലേലൂയ, ആമേൻ, കള്ളം പറയാനല്ലാതെ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാ അച്ഛാ പോകുന്നതെന്ന് ചോദിച്ചാ മുഖത്ത് നോക്കി കള്ളം പറയുന്ന അച്ചാച്ചന്മാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, രാവിലെ എഴുന്നേറ്റ്, ആമേൻ, അച്ചാച്ച ഞാന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരുന്ന ഭാര്യമാരുണ്ട്, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ആമേൻ. ഉണ്ടായ മക്കള്, ആമേൻ, അത് ഡാഡി, മമ്മി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന കള്ളം പറയുന്ന തലമുറകൾ
തലമുറകളുണ്ട്. ഹല്ലേലൂയ. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജീവനെ ആഗ്രഹിക്കുന്ന, നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന, ദീർഘായുസ്സ് ഇച്ഛിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ലോക രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന ഞാൻ വിളിച്ചു പറയട്ടെ, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, ദോഷം ചെയ്യുന്ന അനേകര് നിന്റെ അയൽപക്കത്തുണ്ടാകാം, ദോഷം ചെയ്യുന്ന അനേകര് നിന്റെ രാജ്യത്തുണ്ടാകാം, ദോഷം ചെയ്യുന്ന അനേകര് നിന്റെ അറിവിലുണ്ടാകാം. പക്ഷേ നീ ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും എന്ത് ചെയ്യുക? കാത്തുകൊള്ളുക. ആമേൻ. നിന്റെ അധരത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. ഹല്ലേലൂയ. പിന്നെ എന്ത് ചെയ്യണം? ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യണം. ഹല്ലേലൂയ. കഴിയതും ആരെയും ആമേൻ അത് മുറിവേൽപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, ആർക്കും എതിരെ അത് പാരപണിയാതെ, ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ തയ്യാറാകുക. ആമേൻ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ദോഷം നീ വിടണം. ഹല്ലേലൂയ. എന്നിട്ട് നീ ഗുണം ചെയ്യണം. ഹല്ലേലൂയ. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത് എന്താണ്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇത് നിന്റെ ഡ്യൂട്ടിയാ. ആമേൻ. അയൽക്കാരുടെ ഡ്യൂട്ടിയല്ല. ഹല്ലേലൂയ. ആമേൻ. രണ്ട് കാലിൽ നിവർന്നു നിൽക്കുവാൻ, മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ എല്ലാവർക്കും ബാധകമായത് എന്ത്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകും. ആമേൻ. അതുകൊണ്ട് ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ആർക്കാ നല്ല ബുദ്ധിയുള്ളത്? അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ആഴത്തിൽ എന്നോടിടപെടണേ, ആത്മാവിലെന്നോട് നിടപെടണേ, ആഴത്തിലെന്നോടിടപെടണേ, ആത്മാവിലെന്നോട് നിടപെടണേ. ഇന്ന് രാത്രി ആഴത്തിലെന്നോട് നിടപെടണേ, ആത്മാവിലെന്നോട് നിടപെടണേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധ ചിരിക്കണമേ. ഹല്ലേലൂയ. യഹോവേ, നീ അകത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കലിൽ വിമോചനമുണ്ട്. ഹല്ലേലൂയ. അതെ, ദൈവ ഭയമില്ലാതെ മനുഷ്യർ വിദ്യാസമ്പന്നരും ആമേൻ ബുദ്ധിജീവികളും ആമേൻ ബുദ്ധിമാനുമായിരിക്കാം. ആമേൻ. മാത്രമല്ല ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യാം. ഹല്ലേലൂയ. പക്ഷേ അവർ ജ്ഞാനികളാകണമെന്നില്ല. അവർ ഒരിക്കലും ജ്ഞാനികളാവില്ല. കാരണം ദൈവ ഭയമില്ലവർക്ക്. ഹല്ലേലൂയ. ദൈവമില്ലാത്ത മനുഷ്യർ വിദ്യാസമ്പന്നരും ബുദ്ധിജീവി ഹല്ലേലൂയ ബുദ്ധിമാനുമായിരിക്കാം. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുകൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യഹോവ ഭയം. ഹല്ലേലൂയ. യഹോവ ഭയം എന്ന വാചകം ആമേൻ അതെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ സദൃശ്യവാക്യങ്ങൾ എഴുതിയപ്പോൾ 14 തവണ ആമേൻ അതെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താ? അത് വളരെ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. തത്വചിന്ത സംസാരിക്കുന്ന ജ്ഞാനത്തിൽ നിന്ന് ആമേൻ ബൈബിൾ അവതരിപ്പിക്കുന്ന ജ്ഞാനം എത്രയോ വ്യത്യസ്തമാണെന്ന് ശ്രദ്ധാപൂർവം ഞാനും നിങ്ങളും ആമേൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. വിഡ്ഢികൾ, ജ്ഞാനികൾ അല്ലാത്തവർ ആരാ? വിഡ്ഢികൾ. ഈ വാക്ക് ആമേൻ അതെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ആമേൻ സദൃശ്യ വാക്യം എഴുതിയപ്പോൾ 61 തവണ
ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇത് ആമേൻ ബൈബിളിലെ ആമേൻ മറ്റു പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയതിനെക്കാട്ടിലും അധികമായിട്ടാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് താൻ ആ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു മാസം 31 ദിവസമാണ് ഉള്ളത്. ഹല്ലേലൂയ. ആ 31 ദിവസവും ഇതിനകത്ത് ഓരോ അധ്യായവും വായിക്കുന്നത് നല്ലതാണ്, അനുഗ്രഹമാണ്. ആമേൻ, സന്തോഷമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അത് ഗ്രഹിച്ച് വായിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികൾ ഉയർച്ച പ്രാപിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആമേൻ. അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ആമേൻ അതെ തലച്ചോറിന് ഹല്ലേലൂയ ആമേൻ എന്തെങ്കിലും ആമേൻ കുറവോ ആമേൻ ഇല്ലാത്ത ആളുകളോ എന്ന് ഇതിനർത്ഥമില്ല. ഏതിന്? വിഡ്ഢികൾ എന്ന് പറയുന്നതിന് ആമേൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ആമേൻ തലച്ചോറുകള് അതിനെന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഇല്ലാത്ത ആളുകൾ എന്ന് ഇതിനെന്തില്ല, അർത്ഥമില്ല. ആമേൻ ധാർമ്മികത കുറവുള്ളവർ, വക്രതയുള്ളവരും ആമേൻ നീതിനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിക്കാത്തവരും ആമേൻ ദൈവത്തെ അറിയാത്തവരും ജീവിതത്തിൽ ആമേൻ ദൈവമില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവരും ആണ് ആമേൻ ശലോമോൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ധാർമ്മികത കുറവുള്ളവർ, വക്രതയുള്ളവർ, നീതിനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിക്കാത്തവരും എന്ന് പറഞ്ഞാൽ നീതി വീട്ടിൽ ഭാര്യയിരിക്കുമ്പോ ഭാര്യ അറിയാതെ ആമേൻ മറ്റൊരാളുമായി ജീവിതം പങ്കുവെക്കുന്നത് നീതിനിഷ്ഠമായ മാനദണ്ഡങ്ങളാണ്. ധാർമ്മികത കുറവുള്ളവർ, വക്രതയുള്ളവരും ആമേൻ അതെ ദൈവത്തെ അറിയാത്തവരും ജീവിതത്തിൽ ദൈവമില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവരും. ഹല്ലേലൂയ. അവരെ കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ അതെ 61 തവണ ആവർത്തിച്ച് എഴുതുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ആമേൻ. ദൈവഭയവും അതിൽ നിന്ന് വരുന്ന ജ്ഞാനവും പഠിക്കാൻ വിഡ്ഢികൾക്ക് എന്തില്ല, താല്പര്യമില്ല. അവർ സ്വന്തം ചിന്തകൾ പിന്തുടരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് അവരെന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് പോകുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ദൈവഭയമുള്ള ദൈവജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുമ്പിൽ പ്രശ്നങ്ങൾ അവൻ ഉയർന്നു പൊങ്ങുമ്പോൾ അവൻ ഉയരത്തിലുള്ള ദൈവത്തെ ആശ്രയിച്ച് ആ ഉയരത്തിലുള്ള ചിന്തകളാ അവന്റെ ഹൃദയത്തെ നിറച്ച് അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന താക്കോല. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിൽ അടുക്കുന്ന ഒരു ചാലകമാണ് പ്രാർത്ഥന. ആമേൻ. ഏത് മനുഷ്യന്റെയും ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പോകുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭയം മാറി അവൻ സമാധാനത്തോടെ മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ദാനിയേൽ എന്ന് പറയുന്ന അനുഗ്രഹീതനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതേ രേഖ അവൻ എഴുതിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ആമേൻ അവനെല്ലാം ഉപേക്ഷിച്ചു. ആമേൻ അവനെ ഓടാനല്ല ശ്രമിച്ചത്, അവൻ ദൈവത്തിന് മുട്ടുമടക്കി. അവന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഒറ്റ രാത്രി കൊണ്ട് രേഖ തിരുത്തി എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. ഒളിച്ചേറ്റമല്ല, അവൻ ആത്മഹത്യയല്ല. പ്രശ്നത്തിന്റെ പരിഹാരം ദൈവ സന്നിധിയിൽ ആമേൻ മുഴങ്ങാൻ മടക്കുകയാണ്. ദൈവഭയവും അതിൽ നിന്ന് വരുന്ന ജ്ഞാനവും ആമേൻ പഠിക്കാൻ വിഡ്ഢികൾക്ക് എന്തില്ല, താല്പര്യമില്ല. വിവരമുണ്ടെന്ന് പറയുന്നു, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു, കഴിവുകൾ ഉണ്ടെന്ന് പറയുന്നു. പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. പലരും അതെ ജ്ഞാനമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? ആമേൻ ജ്ഞാനമുണ്ടെന്ന് പറയുവാൻ ആമേൻ നിയമരഹിതമായ ആമേൻ അതേ കാര്യങ്ങളിലൂടെയാ ആമേൻ എന്ന് പണം സമ്പാദിക്കുവാൻ എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു തലമുറയാണ് ഈ ലോകത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഇഷ്ടാനുസരണം പെരുമാറാനും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആര്? വിഡ്ഢികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആമേൻ. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഇഷ്ടാനുസരണം പെരുമാറാനും മാത്രമാണ് എന്ത് ചെയ്യുന്നത്?
അവർ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഈ പുസ്തകത്തിൽ വിഡ്ഢികൾ എല്ലായിടത്തും ആമേൻ ജ്ഞാനികളുമായി വ്യത്യസ്തരാണ്. വിഡ്ഢികൾ ദുഷ്ടന്മാരും ആമേൻ ജ്ഞാനികൾ നീതിമാന്മാരും. പാപം ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്, നീതിയോടെ ജീവിക്കുന്നത് ദൈവിക ജ്ഞാനമാണ്. ഇന്ന് രാത്രി ദൈവിക ജ്ഞാനത്തോടെ ജീവിക്കുവാൻ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ഭയം, ഉത്കണ്ഠ, ഭയം, ബലഹീനത, രോഗം, അലസത, വിമുഖത എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. ഹല്ലേലൂയ. എങ്ങനെ നടന്ന കൊച്ചന, എങ്ങനെ നടന്ന പയ്യന, അയ്യോ തങ്കക്കുടമായിരുന്നു, എങ്ങനെയാ ഇവൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല. എന്താ കാരണം എന്നറിയാമോ? ദൈവ ഭയമില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതിൽ നിന്ന് വരുന്ന ജ്ഞാനം പഠിക്കാൻ വിഡ്ഢികൾക്ക് എന്തില്ല? താല്പര്യമില്ലെന്ന്. അവർ സ്വന്തം ചിന്തകൾ എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു. ഹല്ലേലൂയ. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഇഷ്ടാനുസരണം പെരുമാറാനും മാത്രമാണ് അങ്ങനെയുള്ള കൂട്ടർ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഭയം. ആരെയാ ഭയപ്പെടുന്നത്? ഉത്കണ്ഠ, ബലഹീനത, രോഗം, അലസത, വിമുഖത എന്നിവയ്ക്ക് കാരണമാകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ കൊല്ലാൻ പോലും മടിക്കത്തില്ലെന്ന്. ഇങ്ങനെയുള്ളവർ കൊലപാതകം ചെയ്യാൻ യാതൊരു മടിയും കാണിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇത് കൊല്ലാൻ പോലും ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാരംഭ തിരുവഴുത്തില് ആമേൻ ഭൂമി നീക്കം ചെയ്യപ്പെട്ടാലും, ഹല്ലേലൂയ, പർവ്വതങ്ങളിൽ കടലിലേക്ക് ആമേൻ മാറ്റി സ്ഥാപിച്ചാലും, ആമേൻ വെള്ളം അസ്വസ്ഥമാകുകയും, ഹല്ലേലൂയ, പർവ്വതങ്ങളിൽ ഇളകുകയും ഭൂചലനം ഉണ്ടാകുകയും ചെയ്താലും നാം എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, എന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഈ ഭയാജനകമായ പ്രകൃതി ദുരന്തങ്ങൾക്കിടയിൽ നാം ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടതേ ഇല്ല. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. സകല കുഴപ്പത്തിലും അദ്ദേഹം ആമേൻ ഇപ്പോഴും നമ്മുടെ സഹായവുമായി വെളിപ്പെട്ടു വരുന്നവനാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ പ്രകൃതിദത്ത മൂലകങ്ങളുടെ സൃഷ്ടാവാണ് ദൈവമെന്നും, ആമേൻ, അതിനാൽ അവയുടെ ആമേൻ അതെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും കേൾക്കുന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അത് കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് അനുഭവിക്കുവാനുള്ളതാണ്, അത് ഭാവിക്കുവാനുള്ളതാണ്. ഇന്ന് രാത്രി അത് അനുഭവിക്കുക, അത് ഭാവിക്കുക. ഓ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കാരണം ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി തീർന്നു. ഹല്ലേലൂയ. പാഴായി കിടന്ന, ശൂന്യമായി കിടന്ന ആ ഭൂമി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദൈവം വിചാരിച്ച് മാറിപ്പോയില്ല. ആമേൻ. അതിനെ ഫലമുള്ളതാക്കി, അതിനെ മനോഹരമാക്കി തീർത്തു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആമേൻ എതിർ ഘടകങ്ങളിൽ നിന്ന് നമ്മെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതിലൂടെ നമുക്ക് സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം നൽകുവാൻ ദൈവത്തിന് കഴിയും. കാരണം വാക്കിനാൽ സകലത്തെ ഉളവാക്കുവാൻ ശക്തിയുള്ളവനാ ദൈവം. അവൻ അസാധ്യമായി തോന്നുമില്ല. ഇന്ന് രാത്രി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ സ്തുതി, ആമേൻ പാടുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് ആരാധന കഴിക്കുവാൻ ആമേൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴും ആമേൻ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ? ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ആമേൻ അകത്ത് ആത്മാവിനെ നൽകിയിട്ടുണ്ടെന്ന്, ഹല്ലേലൂയ, എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം പ്രാപിപ്പാൻ സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ ഉയരത്തിൽ നിന്ന് ആമേൻ ഇറങ്ങി വന്ന ആത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ, അവർക്ക് ശക്തി നൽകി, അവർക്ക് സ്നേഹം നൽകി, അവർക്ക് നല്ല മനസ്സ് നൽകി. ഹല്ലേലൂയ. നോക്കണേ,
ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വന്നപ്പോ സ്നേഹിക്കാൻ പഠിച്ചു. ഹല്ലേലൂയ. നല്ല മനസ്സിന് ഉടമകളായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ കരുതാൻ ഒക്കെ കഴിയണമെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാൻ കരുതുവാൻ കഴിയണമെങ്കിൽ, പാപത്തെ ഒഴിവാക്കി പാപിയെ സ്നേഹിക്കുന്ന, നീതിയോടെ ജീവിക്കുവാൻ കരുത്തുള്ള മനുഷ്യനാക്കി ഒരു മനുഷ്യനെ സഹായിക്കുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനെ നാം എന്ത് ചെയ്യണം? സ്വീകരിക്കുവാനും പ്രാപിക്കുവാനും തയ്യാറാകാം. ഹല്ലേലൂയ. അത് വീരത്വത്തിന്റെ ആത്മാവല്ല, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അതെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ഈ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവവൈതലിന് ഭയം കൂടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള അതേ നടപടികൾ ഹല്ലേലൂയ കൈക്കൊള്ളേണ്ട ഒരു സമയമാണിത്. ഹല്ലേലൂയ. ഉറങ്ങിയും മയങ്ങിയും അതേ സമയം കളയാനില്ല. ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും സമയം ചെലവഴിക്കുവാൻ ഇല്ല. ഹല്ലേലൂയ. ലോകത്തിൽ കാണുന്നതിന്റെ പുറകെ പോയി സമയം ചെലവഴിക്കാനില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭയം തോന്നുന്ന ഏത് സമയത്തും അതിനെ ശാസിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കുകയും ചെയ്യുവാൻ ഉതകുന്ന ഉയരത്തിലെ അഭിഷേകത്തെ പ്രാപിച്ച് പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്ന് പറഞ്ഞ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുമതലയുണ്ടെന്ന് ഹല്ലേലൂയ എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. ഉജ്ജ്വലമായ അതെ തീവ്രമായ കൊടുങ്കാറ്റിനോട് യേശുക്രിസ്തു സംസാരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കൊടുങ്കാറ്റിനെയും ശാന്തമായിരിക്കുവാൻ അധികാരത്തോടെ കൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉയരത്തിൽ ആത്മാവിനെ പകരുന്ന സ്വർഗത്തിലെ വലുതായ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തരാണ്. നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ജീവിത പങ്കാളിക്കെതിരെ, നിന്റെ ജോലി മേഖലയ്ക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ തീവ്രമായി അതേ ഉയർന്നു പോകുന്ന കൊടുങ്കാറ്റുകൾ പോലെയുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കാതെ അതിനെ ശാസിച്ച് മുമ്പോട്ട് ജയത്തോടെ പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അടങ്ങാത്തതിനെ അടക്കുവാൻ, ഹല്ലേലൂയ, അനങ്ങാതെ ഇരിക്കേണ്ടത് അനങ്ങാതെ ഇരുത്തുവാൻ, ഹല്ലേലൂയ, അമർന്നിരിക്കുവാൻ, ഹല്ലേലൂയ, വലിയ ശാന്തത ഉണ്ടാകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അരുമനാഥന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നതിൽ അധികം വിശ്വസിക്കും. കാറ്റേ ഹല്ലേലൂയ, ആമേൻ, അതേ കടലേ ആമേൻ, ആമേൻ വിളിച്ച് ശാസിച്ചു. ആമേൻ, അതേ അവന്റെ വാക്കിന്റെ മുമ്പിൽ അനങ്ങാതെ ഇരുന്നു. ഹല്ലേലൂയ. കാറ്റ് അമർന്നു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട ജീവിതത്തിന്റെ മുമ്പിൽ, കുടുംബ ജീവിതത്തിന് മുമ്പിൽ, വിദ്യാഭ്യാസത്തിന് മുമ്പിൽ, ജോലി മേഖലയിൽ, ഹല്ലേലൂയ, ജീവിത പങ്കാളികളുടെ മുമ്പിൽ, ഹല്ലേലൂയ, ആമേൻ, അതേ കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുന്നത് പോലെ, കടൽ തിരകൾ ഉയർന്നു പോകുന്നത് പോലെ, ആമേൻ, ഹല്ലേലൂയ, ശക്തമായ നിലയിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഓരോന്നായി, തിരമാലകൾ ആമേൻ ഒന്നിനു പുറകെ ഓരോന്നായി അത് ഉയർന്നു പൊങ്ങി വരുന്നത് പോലെ, അത് വേലിയേറ്റം പോലെ, വേലിയിറക്കം പോലെ ജീവിതത്തിൽ ഹല്ലേലൂയ വിട്ടുമാറാതെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അതെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ഉയരത്തിൽ അഭിഷേകത്തെ പ്രാപിച്ച ആമേൻ, അതെ അവൻ എഴുന്നേറ്റ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ എഴുന്നേറ്റാണ്. ഹല്ലേലൂയ. ആമേൻ. അത് ശാന്തതുറ മുഖമടുത്തു എന്റെ കാതേനോടേറ്റമടുത്തു, ശാന്തതുറ മുഖമടുത്തു എന്റെ കാതേനോടേറ്റമടുത്തു, അധികമില്ല 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 അധികമില്ല
അധികമില്ല, യാത്രയധികമില്ല, കൊടുങ്കാറ്റും തിരമാലയും കൊടുങ്കാറ്റും. എഴുന്നേറ്റാട്ട ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇരിപ്പിൽ നിന്നുള്ള എഴുന്നേറ്റ് ചേർന്ന് പാടാമോ? ഇന്ന് രാത്രി അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചതുപോലെ ആമേൻ ആ പ്രതികൂലത്തെ ആമേൻ അവൻ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആമേൻ പ്രവർത്തിച്ച കർത്താവ് ഇന്ന് രാത്രി നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ ആമേൻ സമസ്ത മേഖലയിൽ നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി, അത് നിന്റെ വിദ്യാഭ്യാസത്തിന്, നിന്റെ ബിസിനസിന്, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ ഈ ഭൂമിയിലെ ആമേൻ ക്രിസ്തീയ ജീവിതത്തിന്, നിത്യതയിലേക്കുള്ള നിന്റെ യാത്രയ്ക്ക് തടസ്സമായി ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇസ്രായേലിന്റെ മുമ്പിൽ ചരടുകൾ വിഭജിച്ചവൻ, അതെ യോർദാനെ വിഭജിച്ചവൻ, പാറയിൽ നിന്ന് ദാഹജലം കൊടുത്തവൻ, ആകാശത്തിന്റെ കിഴുവാതിലുകൾ തുറന്ന് മണ്ണയെ വർഷിപ്പിച്ചവൻ, ദിവ്യാദാന്റെ തലയെ തകർത്ത് കാടപ്പട്ടിയാക്കി ആദ്യ കൈകൊണ്ട് പിടിച്ച് ഭക്ഷിക്കുവാൻ ഇറക്കി കൊടുത്തവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. ഓ റിമല ശബ്ദനകനകസി ആമേൻ. അതെ തിരിച്ചുളയ്ക്കകത്ത് വെന്തുപോകുവാൻ അനുവദിക്കാതെ തീയുടെ കലത്തെ കെടുത്തിയവൻ എബ്രായ ബാലന്മാരോട് കൂടെ ഇരുന്നത് പോലെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ, പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ എഴുന്നേറ്റ് അതെ ആ കാറ്റിനോട്, ആ കടലിനോട് അധികാരത്തോടെ കൽപ്പിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന കർത്താവേ അധികാരത്തോടെ കൽപ്പിക്കുവാൻ, അധികാരത്തോടെ ശാന്തത ഉണ്ടാകുവാൻ ഇടയാകത്തക്കവണ്ണം പ്രവൃത്തി വലിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അനുകൂലമായി ചരിക്കുന്ന കർത്താവേ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കും ഓരോ വ്യക്തിയും ജീവിതങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാപിച്ച ശക്തിയോടെ അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ അത് ശാസിച്ച് മുമ്പോട്ട് ഉയരത്തിൽ അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതേ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? കണ്ണുകളടച്ചാട്ട് ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. ഓ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോട് ഇടപെട്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളോട് ദൈവം ഇടപെട്ടെങ്കിൽ ആമേൻ. ആ തരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, രാത്രി അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ട വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, ജീവിതത്തിലെ എല്ലാ ഭയത്തെയും കൊടുങ്കാറ്റിനെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ചേപ്പെടുത്ത് മുന്നോട്ട് പോകുവാൻ ഉതകുന്ന ഒരാത്മ അന്തരീക്ഷം, ഒരാത്മ മണ്ഡലം തുറന്നു വരട്ടെ കർത്താവേ. ഇന്ന് രാത്രി ജീവിതത്തിൽ മുമ്പിലുള്ള എല്ലാ കൊടുങ്കാറ്റും, ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ, എല്ലാ ആധിപത്യങ്ങളെയും ആമേൻ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും ആമേൻ അതിജീവിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വിധേയമായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകട്ടെ. തലവേദന ഇട്ടുകൊണ്ട് വ്യാപരിക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ശരീരത്തിൽ വിവിധ രോഗങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, ഹാലൂയ പകർച്ചവ്യാധികൾ കൊണ്ടുവന്ന് നരകതുല്യമായ ജീവിതത്തിന് ഉടമയാക്കി കണ്ണീരും ദുഃഖവും ഉറവിടയുമാക്കി ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ രോഗ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ടുമാറുന്ന കർത്താവേ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഞാൻ കൽപ്പിക്കുക, സൗഖ്യം ഞാൻ കൽപ്പിക്കുക. ചില രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ യേശുവിലേക്ക് അത് കടന്നു വരുവാൻ ഇടയാകട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കർത്താവ് അധികാരമായിട്ട് ഈ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരും സഹായിച്ചു. അന്ന് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തെ ഞാൻ അനുഗ്രഹിച്ചതാണ്. സ്വർഗ്ഗം അത്ഭുതങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ഈ മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നാം ശുശ്രൂഷിക്കുന്നത് ആമേൻ ആമേൻ ഷെയർ കൊണ്ട് ആമേൻ ഒരു പാപി മാനസാന്തരപ്പെട്ട ഹല്ലേലൂയ അത് ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. നിത്യതയിൽ അതിന്റെ പ്രതിഫലം വീതിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾക്കും അതിന്റെ പങ്ക് ലഭിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന തുടർമാനമായി ഈ കൂട്ടായ്മയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഓർക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 2021 എന്ന് പറയുന്ന വർഷം ഹല്ലേലൂയ ഭയം കൂടാതെ ഹല്ലേലൂയ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള എല്ലാവിധ ഉയരത്തിലെ അനുഗ്രഹങ്ങളാൽ സർവേശ്വരനായ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടാതെ നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. നമ്മുടെ തലമുറകൾ യൂട്യൂബിൽ ആമേൻ ഇഷ്ടംപോലെ സമയം ചെലവഴിക്കുന്നവരാ. ആമേൻ. നമ്മുടെ യൂട്യൂബിനകത്ത് ആമേൻ അതെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ അവർക്ക് ലഭിക്കുന്ന സമയം യൂട്യൂബിലൊക്കെ കയറുമ്പോൾ അവരറിയാതെ ഒരു പക്ഷേ ആമേൻ അവരുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തുവാൻ തക്കവണ്ണം ഇടയായ അവരും ഈ പാപമാകുന്ന ലോകത്തിൽ നിന്ന് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. ഹല്ലേലൂയ. എല്ലാവരും സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാത്രി.